ന്യൂസ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കൊല്ലം ചിതറയിൽ യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിലെ 5 അംഗ സംഘത്തെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു. തൊട്ടടുത്ത ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട വാക്കുതർക്കവും പരസ്യമായ മദ്യപാനം ചോദ്യം ചെയ്തതിലുള്ള വിരോധവും നിമിത്തമാണ് യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുവാനുള്ള കാരണം. കാരറ എന്ന സ്ഥലത്ത് ഒരു സുജിൻ എന്ന് പറയുന്ന 31 വയസ്സുള്ള ആൾ പരിക്ക് പറ്റി മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് 5 പേരെ നമ്മൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിൽ 4 പേര് പ്രായപൂർത്തിയായവരും ഒരാൾ ജുവനൈലുമാണ്. ഒരു നേരത്തെയും ചെറിയ ചെറിയ അടിപൊളി കേസുകളിലൊക്കെയുള്ള ആന്റി സോഷ്യൽ എലമെന്റ്സ് ഒക്കെ ഉള്ള ആളുകളാണ്. കൊല്ലം ചിതറയിൽ യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ 5 പേരെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു. കാരറ ചിതറ സ്വദേശികളായ സൂര്യജിത്ത്, ലാലു, വിജയു, വിവേക്, മാഹി എന്നിവരെയാണ് ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത ഒരാളും സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടി തുമ്പമൺതൊടി കാരറ കുന്നിന് സമീപമാണ് സംഭവം നടക്കുന്നത്. കൊല്ലപ്പെട്ട സുജിൻ സെക്രട്ടറിയായി ചുമതല വഹിക്കുന്ന കാരറ അമ്പലത്തിലെ ഉത്സവത്തിന് പ്രതികളുമായുണ്ടായ വാക്കേറ്റവും പ്രദേശത്ത് പരസ്യമായി നടത്തുന്ന മദ്യപാനവും കൊല്ലപ്പെട്ട സുജിൻ ചോദ്യം ചെയ്തതാണ് ഇപ്പോൾ നടന്ന കൊലപാതകത്തിൽ കലാശിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിക്ക് അനന്തുവും സുജിത്തും സുഹൃത്തുക്കളുമായി ചരിപ്പുറം എന്ന സ്ഥലത്ത് സംസാരിച്ചു നിൽക്കവേ പ്രതികളായ 2 പേർ ഇവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് മറ്റുള്ളവരെ കൂടി വിളിച്ചുകൊണ്ടുവന്ന് ഇവരെ ആക്രമിക്കുകയുമായിരുന്നു. സുജിന്റെ സുഹൃത്തായ അനന്തുവിന്റെ തലയ്ക്ക് പിന്നിൽ ഗുരുതരമായി കുത്തിപ്പരിക്കേൽപ്പിക്കുകയും തുടർന്ന് സുജിനെ കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു. 2 പേരെയും ആദ്യം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. വയറിന് കുത്തേറ്റ സുജിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചിതറ. കത്തിയുമായിട്ട് വന്ന് ഇവരെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. സുജിൻ ഏകദേശം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മാരകമായി പരിക്കേറ്റു. അയാളെ കടയ്ക്കൽ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെ മരണം 10:30 മരണം സ്ഥിരീകരിച്ചു എന്നാണ് പറഞ്ഞത്. ഇന്ന് അതിൻ്റെ ബാക്കിയുള്ള നടപടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പ്രതികളെ ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയും ഹാജരാക്കും. ജുവനൈൽ കോടതിയിലും ഹാജരാക്കും. ഇന്ന് വൈകിട്ട് തന്നെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മറ്റേ കേസിൻ്റെ അന്വേഷണം ത്വരിതഗതിയിൽ നടക്കുന്നുണ്ട്. ഈ കേസിൽ 5 പേര് മാത്രമല്ലേ ഉള്ളൂ? മറ്റു വേറെ ഈ കേസിൽ മൊത്തം 5 പേരാണ് ഉണ്ടായിരുന്നത്. 5 പേരെയും ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ മാത്രമല്ല, പോലീസ് മാത്രമല്ല, നാട്ടുകാരും ആ രാത്രി 10:30 ഈ സംഭവം 10 മണിയോടെയാണ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു കാട് പിടിച്ച പ്രദേശവും തൊട്ടടുത്ത് വനപ്രദേശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ടെറയും വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നാട്ടുകാരും നമ്മളോടൊപ്പം തന്നെ ഈ പ്രതികളെ അന്വേഷിക്കുന്നതിനും തെരയുന്നതിനും വേണ്ടി ഇറങ്ങി. നാട്ടുകാരുടെയും പോലീസിൻ്റെയും സംയുക്തമായ ഒരു പരിശ്രമത്തിനൊടുവിലാണ് ഇന്നലെ തന്നെ രാത്രിയും രാവിലെയോടുകൂടി എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞത്. 1 മാസം മുമ്പ് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ, ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയാണ് സുജിൻ, സെക്രട്ടറിയാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രതികളായിട്ട് പറയുന്ന ആളുകൾ ക്ഷേത്രോത്സവം അലങ്കോലപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും മദ്യപിച്ച് കുളമൊക്കെ വയ്ക്കുന്നതിനെ ചോദ്യം ചെയ്യുകയും അതുവരെ വിലക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിരോധം അവർക്ക് നേരത്തെ ഉണ്ട്.